പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞങ്ങളുടെ പിതാവേ, മേഘങ്ങളെ വാഹനമാക്കി കാറ്റിന്റെ ചുരുക്കുകളിൽ സഞ്ചരിക്കുന്ന ബലവാനായ ദൈവമേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. അങ്ങയുടെ മഹത്വത്തിനും വിശുദ്ധരുടെ ബഹുമാനത്തിനുമായി ഞങ്ങൾ ഉയർത്തുന്ന ഈ പതാക പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അങ്ങ് ആശീർവദിക്കണമേ. ഈ പതാക വണങ്ങുന്നവർക്കെല്ലാം അങ്ങയുടെ സഹായം ലഭിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും. കാരുണ്യവും സാധനം ദൈവത്തിൻ സംപ്രീതി പരിശുദ്ധാത്മാവിൻ സഹവാസവും താഴേക്ക് ഇറങ്ങി നിൽക്കാൻ നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ വിശുദ്ധ അന്തോനീസിന്റെ രൂപം താഴെ നമ്മളിന്ന് വെഞ്ചരിച്ച് പ്രതിഷ്ഠിക്കുകയാണ്. നമുക്ക് താഴെ റോഡിന്റെ ഭാഗത്തേക്ക് ഇറങ്ങി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. സ്വർഗ്ഗസ്ഥനായ നിങ്ങളുടെ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കണം. നിറച്ചതനുഷ്ഠിക്കാതെ അങ്ങയുടെ ആഹ്വാനമനുസരിച്ച് അങ്ങേക്ക് സജീവ സാക്ഷികളായി ജീവിച്ച വിശുദ്ധരെ സ്വർഗത്തിൽ ഞങ്ങളുടെ മധ്യസ്ഥരും ഭൂമിയിൽ ഞങ്ങൾക്ക് മാതൃകകളുമായി നൽകിയതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അവരുടെ മധ്യസ്ഥം യാചിച്ചുകൊണ്ട് ഞങ്ങൾ സ്ഥാപിക്കുന്ന വിശുദ്ധ അന്തോനീസിന്റെ ഈ രൂപം അങ്ങ് ദയാപൂർവം ആശീർവദിക്കണമേ. ഇത് സ്ഥാപിക്കപ്പെടുന്ന ഈ സ്ഥലം അനുഗ്രഹീതമാകട്ടെ. ഭൂമിയുടെ ഉപ്പും ലോകത്തിന്റെ പ്രകാശവുമായി ജീവിച്ച ഈ വിശുദ്ധനെ പോലെ വിശേഷ ചൈതന്യത്തിൽ വളരാനും മരണശേഷം സ്വർഗത്തിൽ അങ്ങേ മുഖാമുഖം കണ്ട് ആനന്ദിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ, ഇപ്പോഴും എപ്പോഴും. സിദ്ധനാമന്തോനീസേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. യേശുവിൻ പക്കൽ നീയേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. സത്യസമാധാനത്തിൽ
അറിയുന്നു. നഷ്ടപ്പെട്ട വസ്തുക്കൾ വീണ്ടെടുക്കുന്നതിനും കുട്ടികൾക്ക് ആശ്വാസവും ഭാവികൾക്ക് ഉണ്ടാവും നൽകുന്നതിനും കഴിവുള്ള അങ്ങേക്ക് അസാധ്യമായ ഒന്നുമില്ല. ഉണ്ണീശോയുടെ ശുശ്രൂഷകരായ വിശ്വാസത്തെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ആത്മീയവും ഭൗതികവുമായ സകല ആവശ്യങ്ങളും പ്രത്യേകിച്ച് ഇപ്പോൾ ഞങ്ങൾ അപേക്ഷിക്കണമെന്ന് പരമപിതാവായ ദൈവത്തിന്റെ പക്കൽ നിന്ന് അങ്ങേ മധ്യസ്ഥ വഴി ഞങ്ങൾക്ക് നേരിടണമേ. സമ്പന്നമായ ശിശുശാലമായി അങ്ങയുടെ അനുഗ്രഹങ്ങളെ ഞങ്ങളെന്നും ഹൃദയത്തോടെ പ്രകടിപ്പിക്കും. ഞങ്ങളുടെ ആത്മജീവിതങ്ങളും ഞങ്ങളുടെ കുടുംബസഭകളും അങ്ങേക്ക് സമർപ്പിക്കുന്നു. രക്ഷിക്കാത്ത എല്ലാവരിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. സാധ്യതയോടെ നേരിടാനും പാപങ്ങളെ നല്ല ജീവിതം നയിക്കുവാനും ഞങ്ങൾ ഞങ്ങളെ സഹായിക്കണമേ. പ്രവർത്തനങ്ങൾ ഞങ്ങളെ ദുർബലരാകുന്ന നിമിഷങ്ങളിൽ അങ്ങ് ഞങ്ങൾക്ക് ശക്തമായ തുണയായിരിക്കണമേ. ഉദാരതയും സ്നേഹമുള്ള ഹൃദയം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾക്ക് ലഭിക്കുന്ന എല്ലാ നന്മകളും ദുരിതരും പാപങ്ങളുമായ ഞങ്ങളുടെ സഹോദരങ്ങളുമായി പങ്കുവയ്ക്കാനുള്ള അവസരത്തെയും ഞങ്ങൾക്ക് നൽകണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളിൽ യഥാർത്ഥമായ സ്പോർട്സും വിശ്വാസവും ഐക്യവും നിലനിർത്തണമെന്നും ഭാര്യാഭർത്താക്കന്മാരെ വിശ്വാസവും പരസ്പരവുമായ സ്നേഹപ്രാർത്ഥിക്കുമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇടവകയിലെ കുടുംബങ്ങൾ പരിപാലിക്കാനുള്ള നിങ്ങളെ നയിക്കുവാനുള്ള നിങ്ങളെ അനുഗ്രഹിക്കാനുള്ള ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ പ്രത്യേക കൃപാകടാക്ഷാദിന ലോകം പ്രാവുകയും ചെയ്യട്ടെ. നമ്മുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും വിശുദ്ധാന്തോനീസിന്റെ മധ്യസ്ഥവും ദൈവത്തവരെ നമുക്ക് ഉണ്ടാകുമാറാകട്ടെ. ഇപ്പോഴും എപ്പോഴും ആമേൻ. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് സമർപ്പിക്കുന്നു. നമ്മുടെ പ്രാർത്ഥന യോഗങ്ങളും ഈശോയുടെ സന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ യാത്രകൾ ശ്രമിക്കണമേ. ഇടവകയിലെ മധ്യസ്ഥനായ വിശുദ്ധ അന്തോനീസിനെ ഓർമ്മ ആചരിക്കുന്ന ഞങ്ങൾക്ക് അങ്ങയുടെ ദാനങ്ങൾ സമൃദ്ധമായി നൽകണമേ. വിശുദ്ധരുടെ പ്രാർത്ഥനകളാൽ അങ്ങയുടെ കൃപയ്ക്ക് ഞങ്ങൾ അർഹരാകുകയും നിത്യാനന്ദത്തിൽ പങ്കുകാരാകുകയും ചെയ്യട്ടെ. സകലത്തിന്റെയും നാഥായ എന്നേക്കും. കർത്താവേ, ഞാൻ ദൃഢമായി സമർപ്പിച്ചു.